അസ്സലാമു അലൈക്കും. ക്ലാസ് 5 ദുറൂസുൽ ഇസ്ലാം ഫസ്റ്റ് പാർട്ടിലെ 13ാമത്തെ പാഠത്തിൻ്റെ തദ്രീബാത്താണ് നോക്കുന്നത്. തദ്രീബാത്താണ് നോക്കുന്നതിന് മുമ്പ് കൂട്ടുകാർ ഈ പാഠം നല്ലവണ്ണം വായിച്ച് മനസ്സിലാക്കുക. തദ്രീബാത്തിൽ 2ാമത്തെ പ്രവർത്തനം നംല ഉൽ ഫറാൾ വിട്ട ഭാഗം പൂരിപ്പിക്കാനുള്ളതാണ്. 1. എല്ലാ വിജ്ഞാനങ്ങളുടെയും ഡാഷ് ആണ് ഖുർആൻ. ആ വരിയിൽ പൂരിപ്പിക്കേണ്ടത് സ്രോതസ്. എല്ലാ വിജ്ഞാനങ്ങളുടെയും സ്രോതസ്സാണ് ഖുർആൻ. 2. പരിശുദ്ധ ഖുർആൻ ലോകം മുഴുവൻ ആയിരങ്ങളെ ഡാഷ് കൊണ്ടിരിക്കുന്നു. ആ വരിയിൽ പൂരിപ്പിക്കേണ്ടത് സ്വാധീനിച്ച്. പരിശുദ്ധ ഖുർആൻ ലോകം മുഴുവൻ ആയിരങ്ങളെ സ്വാധീനിച്ചു കൊണ്ടിരിക്കുന്നു. 3. ഏറ്റവും വലിയ ഡാഷ് ആണ് പരിശുദ്ധ ഖുർആൻ. ആ വരിയിൽ പൂരിപ്പിക്കേണ്ടത് സാഹിത്യം. ഏറ്റവും വലിയ സാഹിത്യമാണ് പരിശുദ്ധ ഖുർആൻ. 4. ഖുർആനിലെ ഒരു ചെറിയ അധ്യായത്തിന് ഡാഷ് പോലും നിർമ്മിക്കാൻ ആർക്കും കഴിയില്ല. ആ വരിയിൽ പൂരിപ്പിക്കേണ്ടത് തുല്യമായത്. ഖുർആനിലെ ഒരു ചെറിയ അധ്യായത്തിന് തുല്യമായത് പോലും നിർമ്മിക്കാൻ ആർക്കും കഴിയില്ല. 5. മനുഷ്യരുടെ ജീവിത ഡാഷ് ആവശ്യമായ എല്ലാം ഖുർആനിലുണ്ട്. ആ വരിയിൽ പൂരിപ്പിക്കേണ്ടത് വിജയത്തിന്. മനുഷ്യരുടെ ജീവിത വിജയത്തിന് ആവശ്യമായ എല്ലാം ഖുർആനിലുണ്ട്. തദ്രീബാത്തിൽ 4ാമത്തെ പ്രവർത്തനം നുജീബ്. അതിൽ 1. ഖുർആൻ എന്നാൽ എന്ത്? ഉത്തരം: ജിബ്രീൽ അലൈഹിസ്സലാം മുഖേന അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഇറക്കപ്പെട്ടതും പാരായണം ചെയ്താൽ പ്രതിഫലം ലഭിക്കുന്നതും പിഴവ് വരാത്ത വിധം നമ്മിലെത്തിയതും സൂറത്തുൽ ഫാത്തിഹ കൊണ്ട് തുടങ്ങി സൂറത്തുൽ നാസ് കൊണ്ട് അവസാനിക്കുന്നതും അമാനുഷികവുമായ അല്ലാഹു തആലയുടെ കലാമാണ് ഖുർആൻ. 2. പരിശുദ്ധ ഖുർആനിൻ്റെ മഹത്വത്തെക്കുറിച്ച് 4 വാചകം എഴുതുക. ഉത്തരം: ഖുർആൻ അല്ലാഹു തആലയുടെ ശക്തമായ പാശമാണ്. തത്വസമ്പൂർണമായ ദിക്റാണ്. നേർമാർഗമാണ്. ഇച്ഛാനുസരണം അതിനെ മാറ്റാൻ കഴിയില്ല. 3. പുലർന്ന ഖുർആനിക പ്രവചനത്തിന് ഉദാഹരണം എഴുതുക. ഉത്തരം: ബദറിൽ മുസ്ലിങ്ങൾ വിജയിക്കുമെന്നും പിൽക്കാലത്ത് റോമക്കാർ പേർഷ്യക്കാരെ കീഴടക്കുമെന്നും ഖുർആൻ പ്രവചിക്കുകയും അത് പുലരുകയും ചെയ്തു. 4. പരിശുദ്ധ ഖുർആനിൻ്റെ സ്വാധീന ശക്തിക്ക് ഉദാഹരണം എഴുതുക. ബാക്കിയുള്ള പ്രവർത്തനങ്ങൾ ഈ പാഠത്തിൻ്റെ വീഡിയോയിൽ കൂട്ടുകാർക്ക് ലഭ്യമാകും.